അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറെ ഒരു സൺഡേ വ്ളോഗാണ്. പിന്നെ എല്ലാ വ്ളോഗും ഇങ്ങനെ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് KFC-യിലേക്കാണ്. കുറേ കാലമായി KFC എല്ലാം കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. പാട്ടിടായിട്ട് ദേഷ്യം പിടിക്കാണ്. പാട്ട് ഞാൻ തയ്യാറായി. Splash. Yeah. Now that you know how my eyes be, I'm rocking silver. അവനെന്തിനാ കരയുന്നതെന്ന് വെച്ചാൽ കാറ് കയറി കഴിഞ്ഞാൽ അവനിപ്പോൾ പാട്ട് വെക്കണം. പാട്ടെല്ലാം വെച്ചാൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. പാട്ടെല്ലാം കേട്ടുകൊണ്ട് സൈഡിലൂടെ അവൻ്റെ വികൃതിയെല്ലാം കളിക്കുകയും ചെയ്യും. വികൃതി കളിച്ചപ്പോൾ ഞാൻ അവനെ കയറ്റി ഇരുത്തിയപ്പോഴോ ഒരു കുറവുമില്ല, അവിടെ കിടന്ന് വികൃതി കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ KFC-യിലേക്ക് ഒരു ഷോർട്ട് കട്ട് പിടിച്ചിട്ടാണ് പോയത്. ആക്ച്വലി ഈ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ എപ്പോഴും പോകുന്നത്. ഇത് കൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഈ ഒരു റൂട്ട് എനിക്ക് കാണുമ്പോൾ ഒരു ബാംഗ്ലൂർ വൈബ് തോന്നും. ഇവിടുത്തെ വീടിൻ്റെ ഒരു സ്ട്രക്ചറും എല്ലാം കാണുമ്പോൾ ഒരു നല്ലൊരു ഏരിയ ആണ്. ആൻഡ് ഇത് നോക്ക്, ഒരു ജിമ്മാണ്, ഒരു റോയൽ ലുക്കില്ലേ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ 2 ടൈപ്പ് സ്ഥലങ്ങളല്ല, ഒന്നെങ്കിൽ സ്ലം അല്ലെങ്കിൽ ഇതേപോലെ നല്ല റിച്ച് ഏരിയ. അങ്ങനെ ഷോർട്ട് കട്ട് പിടിച്ചതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ KFC-യിലെത്തി. ഇതിനുള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു ഫുഡ് ഹബ്ബ് പോലെയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങൾക്ക് പിന്നെ KFC കഴിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ KFC ഏരിയയിലേക്ക് പോയി. ഞങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ ഓർഡർ ചെയ്ത് ലിയോയ്ക്ക് ഇപ്പം ഞങ്ങൾ മടിയിലൊന്നും ഇരിക്കണ്ട. അവനെ നിലത്ത് ഇറക്കിയതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അവൻ എവിടേക്കാണ് ഓടുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. കുറേ ഞാൻ അവൻ്റെ പിന്നാലെ ഓടും, കുറേ ഏട്ടൻ അവൻ്റെ പിന്നാലെ ഓടും. എങ്ങനെ ഓടിയിട്ടും ഞങ്ങൾക്ക് അവൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. എന്തൊരു സ്പീഡാണ് അവന്. ഭയങ്കര ഫാസ്റ്റായിട്ട് അവൻ എവിടേക്കാണ് ഓടേണ്ടതെന്നുള്ള അതിശയാണ്. അല്ലെങ്കിലും കുറച്ച് ലൈറ്റും 4 ആളെയും കണ്ട അവൻ ഭയങ്കര എക്സൈറ്റഡാണ്. കണ്ടില്ലേ, അവനെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവൻ കാലെല്ലാം കുടഞ്ഞ് കരയുക, എന്നെ നിലത്തിറക്കി വിടുക എന്നുള്ള മൈൻഡിൽ. കുറേ ഞങ്ങൾ പിടിച്ചു വെച്ചു, പക്ഷെ അവൻ ഇരിക്കുന്നേ ഇല്ല. അവന് നിലത്തേക്ക് ഇറങ്ങുക തന്നെ വേണം. പിന്നെ ചിക്കനെല്ലാം ലിയോക്ക് ഇഷ്ടമാണ്. പിന്നെ KFC ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല. KFC 12 മന്ത് വരെ ബേബീസിന് കൊടുക്കരുത് എന്നാണല്ലോ പറയുക. അങ്ങനെ 12 മന്ത്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ബിഗ് ബോയ് 13 മന്ത്സ് ആയല്ലോ. അപ്പം ജസ്റ്റ് ഞാൻ അവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അവന് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ അവന് കഴിക്കാനുള്ള നേരമൊന്നുമില്ല. അവന് ഇറങ്ങി പോവുക തന്നെ വേണം. അവന് കൊടുത്തപ്പം അവൻ ആ മോളിലുള്ള ഒരു ക്രിസ്പി പാട്ട് ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ ക്രിസ്പി ഐറ്റംസൊക്കെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ നേരം അവൻ ഇറങ്ങി പോവുക തന്നെ വേണം. പിന്നെ ഏട്ടൻ പിടിച്ചപ്പോൾ ഏട്ടൻ്റെ കൈയെല്ലാം പിടിച്ചു മാറ്റുന്നുണ്ട്, എന്നെ വിട്, എനിക്ക് ഇറങ്ങി പോകണമെന്ന്. ലാസ്റ്റ് അവനെ ഇറക്കി വിട്ടു ഞങ്ങൾ. ഈ ഒരു സ്റ്റാച്ചു അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ പിന്നാലെ ഓടി ഏട്ടൻ ടയേർഡായി. എന്നോട് പറഞ്ഞു, നീ ഇനി ഓടാ അവൻ്റെ പിന്നാലെ എന്ന്. ലാസ്റ്റ് ഓടി തളർന്നല്ലേ, ഞങ്ങൾ അവനൊരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ അവനെയും കൊണ്ട് ഞങ്ങൾ നൈസായിട്ട് തിരിച്ചു പോകുന്നു. അവന് ഒരു താല്പര്യമില്ലേനും. ഇതായിരുന്നു ഞങ്ങളൊരു